നഗരം ഉണരുന്നതിനും വളരെ മുൻപേ അലാറം മുഴങ്ങുന്നു. അതൊരു സാഹസിക യാത്രയ്ക്കുള്ള വിളിയാണ്. അസാധാരണമായ ഒന്നിനുള്ള നിശബ്ദമായ വാഗ്ദാനം. തിരക്കേറിയ ബാംഗ്ലൂരു നഗര ജീവിതത്തിൽ നിന്ന് 60 കിലോമീറ്റർ അകലെ മറ്റൊരു ലോകം നമ്മളെ കാത്തിരിക്കുന്നു. നമ്മൾ നന്ദി ഹിൽസിലേക്കുള്ള യാത്രയിലാണ്. ലക്ഷ്യസ്ഥാനം പോലെ തന്നെ യാത്രയും മാന്ത്രികമാക്കുന്ന ഒരിടം. നമ്മൾ നഗരത്തിരക്കുകൾക്ക് പിന്നിലാകുമ്പോൾ വായു തണുപ്പും തെളിഞ്ഞതുമാകുന്നു. വളഞ്ഞുകുളഞ്ഞ റോഡ് അതിൻ്റെ സാവധാനത്തിലുള്ള കയറ്റം തുടങ്ങുന്നു. കനത്ത അതീന്ദ്രിയമായ കോടമഞ്ഞ് നമ്മെ മൂടുന്നു. മേഘങ്ങളിലൂടെ വണ്ടി ഓടിക്കുന്നത് പോലെ അതൊരു അവിശ്വസനീയമായ അനുഭവമാണ്. ഇതൊരു വെറും ഡ്രൈവല്ല, അതൊരു മാറ്റമാണ്. ഓരോ വളവും നമ്മെ നഗരത്തിൻ്റെ ശബ്ദ കോലാഹലങ്ങളിൽ നിന്ന് അകറ്റുകയും പ്രകൃതിയുടെ ആശ്ലേഷത്തിലേക്ക് അടുപ്പിക്കുകയും ചെയ്യുന്നു. നന്ദി ഹിൽസ് എന്നത് 2 മലകൾ ചേർന്നതാണെന്ന് നമുക്ക് ഭൂമിശാസ്ത്രം പരിശോധിച്ചാൽ മനസ്സിലാകും. ഒരു മലയിൽ നിന്ന് അടുത്ത മലയിലേക്കുള്ള കയറ്റമാണ് ഈ ഒരു വളവിലൂടെ സംഭവിക്കുന്നത്. നാൽപ്പതോളം ഹെയർപിൻ വളവുകളാണ് നന്ദി ഹിൽസിലെ ഈ കുത്തനെയുള്ള കയറ്റത്തിൽ നമുക്ക് മുന്നിലായി എത്തുന്നത്. അവ ഭേദിച്ച് കടക്കുക എന്നത് തന്നെ ഒരു ഡ്രൈവറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് നൽകുന്ന ത്രില്ലും ആവേശവും മറ്റൊന്നു തന്നെയാണ്. അങ്ങനെ നമ്മൾ എത്തിക്കഴിഞ്ഞു.
നമ്മൾ ഈ കൊടുമുടിയിൽ നിൽക്കുമ്പോൾ താഴെയുള്ള ലോകം ഇപ്പോഴും ഉറങ്ങുകയാണ്, പക്ഷെ ആകാശം ഉണരുകയാണ്. നന്ദി ഹിൽസ് പ്രശസ്തമായ ഈ നിമിഷമാണിത്. സൂര്യൻ്റെ ആദ്യ കിരണങ്ങൾ മേഘങ്ങൾ തുളച്ച് കടന്ന് ഓറഞ്ച്, പിങ്ക്, സ്വർണ്ണ നിറമുള്ള ആകാശത്ത് വരകൾ സൃഷ്ടിക്കുമ്പോൾ, നമ്മൾ താഴെയുള്ള കോടമഞ്ഞ് നൃത്തം ചെയ്യുമ്പോൾ പതുക്കെ ആ കോടമഞ്ഞ് ഇല്ലാതായി താഴെയുള്ള താഴ്വരകളുടെ അവിശ്വസനീയമായ കാഴ്ച വെളിപ്പെടുകയാണ്. ഇത് സമാധാനത്തിൻ്റെയും അത്ഭുതത്തിൻ്റെയും അവിശ്വസനീയമായ ഒരു അനുഭവമാണ്. കാറ്റിൻ്റെ മന്ത്രിക്കലും ക്യാമറയുടെ ശബ്ദവും മാത്രമാണ് ഈ നിശബ്ദതയെ ഭേദിക്കുന്നത്. ഈ ഒരു മാന്ത്രിക നിമിഷത്തിൽ എന്തുകൊണ്ടാണ് ഈ സ്ഥലത്തിന് അനന്തഗിരി അഥവാ അനന്തൻ്റെ കുന്ന് എന്ന് പേര് വന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. അത് രാവിലെ യാത്ര തുടങ്ങിയത് വെറുതെ ആയില്ല എന്ന് തോന്നിപ്പോകും. പ്രകൃതിയുടെ സൗന്ദര്യത്തിൻ്റെ ശുദ്ധവും യഥാർത്ഥവുമായ ഒരു കാഴ്ചയാണിത്. പക്ഷെ നന്ദി ഹിൽസ് വെറുമൊരു സൂര്യോദയ സ്ഥലം മാത്രമല്ല. ഈ പുരാതന കോട്ടയ്ക്ക് സമ്പന്നവും ചിലപ്പോൾ ഭയാനകവുമായ ഒരു ചരിത്രമുണ്ട്. നിങ്ങൾ ചുറ്റിക്കറങ്ങുമ്പോൾ ടിപ്പു സുൽത്താൻ്റെ വേനൽക്കാല വസതിയുടെ അവശിഷ്ടങ്ങൾ കാണാം. മൈസൂരിലെ ശക്തനായ ഭരണാധികാരിയുടെ ഒരു വിശ്രമ കേന്ദ്രം കൂടിയായിരുന്നു ഇത്. ഇതിൻ്റെ ഉറപ്പുള്ള കൽഭിത്തികളിൽ യുദ്ധത്തിൻ്റെയും അധികാരത്തിൻ്റെയും കഥകൾ മന്ത്രിക്കുന്നുണ്ട്. ഇനിയുള്ള 1 കിലോമീറ്റർ യാത്ര നിങ്ങൾക്ക് 2 ഓപ്ഷനുകളാണ് കർണാടക ടൂറിസം നൽകുന്നത്. ഒന്നുകിൽ നിങ്ങൾക്ക് ബസ്സിൽ സഞ്ചരിക്കാം. 25 രൂപയാണ് അഡൽട്ടിന് ബസ്സിലുള്ള പേയ്മെൻറ്റ്. 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവുമാണ്. അത് അല്ലെങ്കിൽ ഈ 1 കിലോമീറ്റർ നിങ്ങൾക്ക് നടക്കുക തന്നെ ചെയ്യാം. ഒരുപാട് കാര്യങ്ങൾ ഈ 1 കിലോമീറ്റർ നടന്ന് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനും കഴിയും. അവിടെ നിന്ന് ഒരു ചെറിയ ദൂരത്തിൽ നന്ദി ഹിൽസിലെ ഏറ്റവും പ്രശസ്തവും ഒരുപക്ഷെ ഭയാനകവുമായ ഒരിടമുണ്ട്, ടിപ്പുവിൻ്റെ ഡ്രോപ്പ്. ഇത് 600 മീറ്റർ ഉയരമുള്ള ഒരു കൊടും വനമാണ്. ഈ കൊക്കയുടെ അരികിൽ നിന്നും ശിക്ഷിക്കപ്പെട്ട തടവുകാരെ താഴേക്ക് തള്ളിയിട്ട് കൊന്നിരുന്നു എന്ന് ഐതിഹ്യം പറയുന്നു. ഇതൊരു ദുഃഖകരമായ ചിന്തയാണ്. എന്നാൽ ഇവിടുത്തെ കാഴ്ച അവിശ്വസനീയമാം വിധം മനോഹരമാണ്. അതിൻ്റെ ഇരുണ്ട ചരിത്രത്തിന് നേർവിപരീതമായി. ഈ കുന്നിന് ആഴത്തിലുള്ള ആത്മീയ പ്രാധാന്യവുമുണ്ട്. കൊടുമുടിയിൽ നമ്മൾ ശാന്തമായ യോഗ നന്ദീശ്വര ക്ഷേത്രം കാണുന്നു. ശിവന് സമർപ്പിച്ചിരിക്കുന്ന ഈ ക്ഷേത്രത്തിൻ്റെ വാസ്തുവിദ്യ ചോള ഹൊയ്സാല ശൈലിയുടെ മനോഹരമായ ഒരു ഉദാഹരണമാണ്. ഇത് ശാന്തമായ ധ്യാനത്തിലുള്ള ഒരിടമാണ്. ഇവിടെ നിങ്ങൾക്ക് ഒരു ദിവ്യമായ ശാന്തത അനുഭവിക്കാൻ കഴിയും. എന്നാൽ യഥാർത്ഥ വാസ്തുവിദ്യാരത്നം കുന്നിൻ ചെരുവിലാണ് സ്ഥിതി ചെയ്യുന്നത്. കർണാടകയിലെ ഏറ്റവും പഴക്കമേറിയതും മനോഹരവുമായ ക്ഷേത്രങ്ങളിലൊന്നാണ് ഭോഗനന്ദീശ്വര ക്ഷേത്രം. അവിടുത്തെ കൊത്തുപണികളും കൽപ്പടവുകളും മനോഹരമായ ശില്പങ്ങളും കണ്ണുകൾക്ക് ഒരു വിരുന്നാണ്. കൽപ്പണികളിലൂടെ കഥകൾ പറയുന്ന ഒരു ക്ഷേത്ര സമുച്ചയമാണിത്. നമ്മുടെ ചരിത്രപരമായ പര്യടനത്തിന് ഒരു ശാന്തവും വിശുദ്ധവുമായ സമാപനം കൂടിയാണ് ഈ ക്ഷേത്രം.
ഇത് കുരങ്ങന്മാരുടെ ഒരു ആവാസ സ്ഥലം കൂടിയാണ്. ഒരുപക്ഷെ നമ്മളാണല്ലോ അവരുടെ ആവാസ സ്ഥലം കയ്യേറുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഭക്ഷണ സാധനങ്ങളുമായിട്ടാണ് ഇവിടെ വരുന്നതെങ്കിൽ അതിൻ്റെ ഒരു പങ്ക് അവർക്കും കൂടി അവകാശപ്പെട്ടതാണ്. അങ്ങനെ ഒരു പങ്ക് എന്നോട് ചോദിക്കാനാണ് ഇദ്ദേഹം വന്നത്. ചരിത്രത്തിനും ആത്മീയതയ്ക്കുമപ്പുറം പ്രകൃതിയെയും സാഹസികതയെയും ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു കളിക്കളമാണ് നന്ദി ഹിൽസ്. നന്നായി പരിപാലിക്കുന്ന വഴികൾ ഒരു ഉന്മേഷദായകമായ ട്രക്കിങ്ങിനോ അല്ലെങ്കിൽ ഒരു സാവധാനത്തിലുള്ള നടത്തത്തിനോ അനുയോജ്യമാണ്. ഇവിടെ വൈവിധ്യമാർന്ന സസ്യജന്തുജാലങ്ങളെ കാണാൻ കഴിയും. ഇത് പ്രകൃതി ഫോട്ടോഗ്രാഫിക്കും പക്ഷി നിരീക്ഷണത്തിനും മികച്ച ഒരിടമാകുന്നു. നിങ്ങളൊരു ത്രില്ലിന് വേണ്ടിയാണ് തിരയുന്നതെങ്കിൽ നന്ദി ഹിൽസ് ചില അത്ഭുതകരമായ കാര്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. വളഞ്ഞു പുളഞ്ഞ റോഡുകളിൽ തങ്ങളുടെ കരുത്തു പരീക്ഷിക്കാൻ സൈക്ലിംഗ് പ്രേമികൾ ഇവിടെ എത്തുന്നു. തെളിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾക്ക് പാരാഗ്ലൈഡിങ്ങും ചെയ്യാം. ഈ ഗംഭീരമായ ഭൂപ്രകൃതിയുടെ അവിസ്മരണീയമായ കാഴ്ചകൾ ലഭിക്കാൻ മേഘങ്ങൾക്കിടയിലൂടെ ഉയർന്നു പറക്കാം. അങ്ങനെ സാഹസികമായ ഒരു ദിവസത്തിന് ശേഷം ശാന്തമായി വിശ്രമിക്കാനും എല്ലാം ആസ്വദിക്കാനുമുള്ള ഒരു സമയമാണ്. ഞങ്ങൾ അമൃത സരോവറിന് സമീപം ഒരു ശാന്തമായ സ്ഥലം കണ്ടെത്തി. അമൃതത്തിൻ്റെ തടാകം എന്നറിയപ്പെടുന്ന ഇത് പൊന്നോ നദിയുടെ ഉത്ഭവ സ്ഥാനമായി കണക്കാക്കപ്പെടുന്നു. ഇവിടുത്തെ കച്ചവടക്കാരിൽ നിന്നൊരു ചായയും പ്രാദേശിക ലഘുഭക്ഷണങ്ങളും വാങ്ങി കഴിക്കുന്നത് ഈ ഒരു ദിവസം അവസാനിപ്പിക്കാൻ പറ്റിയ മാർഗമാണ്. രാവിലെയിലെ ഊർജ്ജസ്വലമായ അന്തരീക്ഷം ഇപ്പോൾ ഒരു ശാന്തമായ അവസ്ഥയിലേക്ക് വഴിമാറിയിരിക്കുന്നു. സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങുമ്പോൾ ആകാശത്തെ മറ്റൊരു സൗന്ദര്യത്തിലേക്ക് മാറ്റി നന്ദി ഹിൽസ് ഒരു ലക്ഷ്യസ്ഥാനം മാത്രമല്ലെന്ന് നമ്മൾ തിരിച്ചറിയുന്നു. അതൊരനുഭവമാണ്. കയറിയതിനേക്കാൾ അതിശക്തമായ മൂടൽമഞ്ഞാണ് തിരികെ എൻട്രി ഗേറ്റിൽ എത്തിയപ്പോൾ കാണാൻ സാധിച്ചത്. നന്ദി ഹിൽസ് ശരിക്കും വൈവിധ്യങ്ങളുടെ മനോഹരമായ ഒരിടമാണ്. ഇരുട്ടിൽ തുടങ്ങുന്ന ഒരു യാത്ര വെളിച്ചത്തിൽ അവസാനിക്കുന്നു. പുരാതന ഐതിഹ്യങ്ങൾ ആധുനിക സാഹസികതയുമായി കണ്ടുമുട്ടുന്ന ഒരിടം എന്ന് നമുക്ക് വേണമെങ്കിൽ നന്ദി ഹിൽസിനെ പറയാം. നമ്മുടെ തിരക്കേറിയ ജീവിതത്തിൽ നിന്ന് അല്പം അകലെയായി സമാധാനവും ചരിത്രവും അവിശ്വസനീയമായ സൗന്ദര്യവും കണ്ടെത്താൻ ഒരു സ്ഥലമുണ്ടെന്ന് ഇത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു.
ഈ യാത്ര നിങ്ങൾ ആസ്വദിച്ചു എന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾ നന്ദി ഹിൽസിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട ഓർമ്മകൾ കമൻറ്റിൽ പറയുക. ഇല്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ഈ യാത്ര ഉടൻ നടത്താൻ പ്രചോദിതമാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അടുത്ത തവണ കാണുന്നതുവരെ യാത്രകൾക്ക് ആശംസകൾ. Your heart beats fast, a vibrant modern hum, where future's born.